Hello friends, I am Side Hustler in Nadulana. In the Samsarika Mona, Navalapa, popular icon artificial intelligence based chatbot and ChatGPT Kurjan. ChatGPT is AI based chatbot. The normal human being interact in the chat prompt interact. This is a AI-based chatbot, but ChatGPT is GPT-3 language models. Human beings സംസാരിക്കുന്നത് പോലെ തന്നെ അവരുടെ എല്ലാ ക്യാരക്ടേഴ്സും അതിൽ ട്രെയിൻഡ് ആണ് ഈ chatbot. സോ നമുക്ക് കിട്ടുന്ന റെസ്പോൺസ് ഒക്കെ ഹ്യൂമൻസ് തിരിച്ചു തരുന്ന റെസ്പോൺസ് പോലെ തന്നെയായിരിക്കും. ഒരു മനുഷ്യനോട് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് എന്ത് റെസ്പോൺസ് കിട്ടുന്നു അതുപോലത്തെ റെസ്പോൺസ് ആയിരിക്കും നമുക്ക് ChatGPT കിട്ടുന്നത്. പക്ഷേ എല്ലാവർക്കും ഈ ടൂൾ ഉപയോഗിക്കാൻ അറിയാം. നമുക്ക് നമ്മളൊരു ചോദ്യം ടൈപ്പ് ചെയ്യുന്നു, ഗൂഗിൾ ടൈപ്പ് ചെയ്യുന്ന പോലെ അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടുന്നു. ഗൂഗിൾ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് സജഷൻസ് കിട്ടും, പല പല വെബ്സൈറ്റുകൾ, ആർട്ടിക്കിൾസ്, ലിങ്കുകളൊക്കെ. പക്ഷേ ChatGPTയിൽ യു വിൽ ഗെറ്റ് ആൻ എക്സാക്റ്റ് ആൻസർ. നിങ്ങൾക്ക് ഒരു പച്ചയായിട്ടുള്ള ഒരു ആൻസർ കിട്ടും. അപ്പോൾ നിങ്ങൾ ചോദിക്കുകയാണ്, വിൽ ChatGPT റീപ്ലേസ് ഗൂഗിൾ? ChatGPT ഗൂഗിളിനെ മറികടക്കുമോ അല്ലെങ്കിൽ അതിനെ പകരം വയ്ക്കാനാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ChatGPT ഓപ്പൺ ആയിട്ടൊരു ആൻസർ തരും. ആ ആൻസർ എന്ന് പറയുമ്പോഴത്തേക്ക് ഗൂഗിളിന് ഒരിക്കലും പകരമാകാൻ ChatGPTക്ക് പറ്റില്ല. കാരണം ഗൂഗിൾ വെബ് പേജുകളെയാണ് ഇൻഡെക്സ് ചെയ്യുന്നത്. അതായത് കോടാനുകോടി വെബ് പേജുകളെ ഓൾറെഡി ഇൻഡെക്സ് വെച്ചിരിക്കുകയാണ് ഗൂഗിൾ. ബട്ട് ChatGPT എന്ന് പറയുമ്പോഴത്തേക്ക് കണ്ടന്റ് മാത്രമാണ്. കണ്ടന്റ് പലതരത്തിലുള്ള കണ്ടന്റും ലിങ്കുകളും ഒക്കെയാണ്. അതും സ്പെസിഫിക് ആയിട്ടുള്ള സെർച്ച് പ്രോംപ്റ്റുകളിൽ അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ട് സെർച്ച് ഓപ്ഷൻസ് പിന്നെ ChatGPT വരാൻ പാടില്ല. ബട്ട് ഒരു സെർച്ച് എഞ്ചിനുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ChatGPT 100% എഫിഷ്യൻ്റ് ആണ് ഗൂഗിളിനെ വെച്ച് നോക്കുമ്പോൾ. കാരണം എന്താ വെച്ചാൽ നമുക്ക് കിട്ടുന്ന ഒരു ഹ്യൂമൻ ജനറേറ്റഡ് ടെക്സ്റ്റാണ് കണ്ടന്റ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെയാണ് മൈക്രോസോഫ്റ്റ് 10 ബില്യൺ ആണ് ഇൻവെസ്റ്റ് ചെയ്തത് ChatGPTയിൽ. ഉടനെ തന്നെ മൈക്രോസോഫ്റ്റിൻ്റെ പ്രോഡക്ട്സിലും അതായത് ഓഫീസ്, ഔട്ട്ലുക്ക്, അതുകൂടാതെ ബിങ് സെർച്ച് എഞ്ചിനിലും ChatGPT ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ബിങ്ങും ChatGPTയും ഇൻഡെക്സ്ഡ് ആയി കഴിഞ്ഞാൽ ഒരു പക്ഷേ ഗൂഗിളിന് ഒരു കനത്ത തിരിച്ചടി വരാനായിട്ടുള്ള സാധ്യതയുണ്ട് സെർച്ച് ബിസിനസ്സിൽ. വേറെ ഒന്നിനുമില്ല, സെർച്ച് ബിസിനസ്സിൽ. സോ ദേ ആർ GPT-4 എന്നുള്ള ലാംഗ്വേജ് മോഡൽ ഇപ്പോൾ അടുത്ത് വരാൻ പോകുന്നു. അതിനു മുമ്പാണ് GPT-3. ChatGPT എങ്ങനെയൊക്കെ ഉപയോഗിക്കാം, ChatGPT കൊണ്ട് എന്തൊക്കെ ചെയ്യാം? കണ്ടന്റ്, അതായത് കണ്ടന്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്ത് കാര്യവും ChatGPT കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഒരു വീഡിയോയ്ക്ക് സ്ക്രിപ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്ക്രിപ്റ്റ് എഴുതാം. നിങ്ങൾക്കൊരു ആർട്ടിക്കിൾ വേണമെങ്കിൽ ആർട്ടിക്കിൾ എഴുതാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഷോർട്ട് ആൻസർ, ഒരു ഇമെയിൽ ടെംപ്ലേറ്റ് വേണമെങ്കിൽ അതുകൊണ്ട് നിങ്ങൾക്ക് ഇമെയിൽ ടെംപ്ലേറ്റ് ChatGPT കിട്ടും. അതുപോലെ തന്നെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റോ, ട്വിറ്റർ ട്വീറ്റോ, ട്വീറ്റ് സ്റ്റോമോ, ടൈറ്റിലോ, കീവേഡ്സോ, പ്രോഗ്രാമിംഗ്, ഈവൻ പ്രോഗ്രാമിങ്ങിൽ നിങ്ങളിപ്പോൾ ഒരു പർട്ടിക്കുലർ പ്രോഗ്രാമിങ്ങിൽ ഒരു കോഡ് സ്നിപ്പറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനെ നിങ്ങൾക്ക് ഡിസ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്നിപ്പറ്റ് നിങ്ങൾക്ക് ChatGPT കോഡ് ചെയ്ത് തരും. സോ പലരും പറയുന്നത് പ്രോഗ്രാമേഴ്സിൻ്റെയൊക്കെ അന്ത്യമാണ് ChatGPT എന്നുള്ളത്. പക്ഷേ ഇല്ല, എപ്പോഴും ഒരു ഹ്യൂമൻ ടച്ച്, ഒരു റോബോട്ടിക് ടച്ചിനേക്കാൾ എപ്പോഴും അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി വേറെ തന്നെയാണ്. ഒരു മനുഷ്യൻ്റെ ചിന്താശേഷിയും ഒരു റോബോട്ടിൻ്റെ ചിന്താശേഷിയും ഒരിക്കലും നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റത്തില്ല. അത് ഒരിക്കലും നടക്കാനും പോകുന്നില്ല. പക്ഷേ ChatGPT ഇപ്പോൾ തന്നെ ടെക്നോളജി മേഖലയിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരുപാട് കമ്പനീസ് ആക്റ്റീവായിട്ട് ChatGPT പല പല പ്രോജക്റ്റ് മാനേജ്മെൻറ്റിന്, അതുപോലെ കസ്റ്റമർ സപ്പോർട്ട്, വിർച്വൽ അസിസ്റ്റൻ്റ് ആയിട്ട്, അങ്ങനെ പല പല പ്രോസസ്സിൽ ഇപ്പം തന്നെ അതിൻ്റെ ട്രയൽ റൺസ് നടത്തി വരുന്നുണ്ട്. സോ അപ്പോൾ ഒരുപാട് മേഖലകളിൽ ജോലി സാധ്യതകൾ നഷ്ടപ്പെടാൻ ഈ ഒരു പ്ലാറ്റ്ഫോം കാരണമാകും. അതിൻ്റെ കൂടാതെ തന്നെ ഗൂഗിളും ഇതേപോലെ തന്നെ ഓൾറെഡി റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഗൂഗിളും അതേപോലെ തന്നെ ഒരു സെർച്ച് എഞ്ചിൻ അല്ലെങ്കിൽ ഒരു ചാറ്റ് ബോട്ട് ഉടനെ തന്നെ റിലീസ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു വരുമ്പോഴത്തേക്ക് ChatGPT എന്ന് പറഞ്ഞാൽ ഇതാണ് ഒരു ചാറ്റ് ബോട്ടാണ്. നമുക്ക് ഒരു മനുഷ്യനോട് ഇൻട്രാക്ട് ചെയ്യുന്ന പോലെ ഇൻട്രാക്ട് ചെയ്തിട്ട് നമുക്ക് ആൻസേഴ്സ് കിട്ടും. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പല പല പ്രോസസ്സിന് ChatGPT ഉപയോഗപ്പെടുത്താനാകും. കണ്ടന്റ് റൈറ്റിംഗ് ആണട്ടെ, ടൈറ്റിൽ റൈറ്റിംഗ്, യൂട്യൂബിൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി സ്ക്രിപ്റ്റ് എഴുതാൻ. നിങ്ങൾക്ക് ഇംഗ്ലീഷ് എഴുതാൻ അറിയില്ലെങ്കിൽ ChatGPT നിങ്ങൾക്കൊരു വീഡിയോ സ്ക്രിപ്റ്റ് എഴുതരും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് പല പല ടിപ്സ് കണ്ടെത്താൻ ആവശ്യമുണ്ട്. റെസിപ്പീസ്, ഇപ്പോൾ ഒരു കുക്കിംഗ് ചാനലാണ് നിങ്ങൾ തുടങ്ങുന്നെങ്കിൽ ഇപ്പോൾ ഒരു മസാല ദോശയുടെ റെസിപ്പി എന്താണെന്ന് വെച്ചാൽ ChatGPT നിങ്ങൾക്ക് എഴുതരും. അല്ലെങ്കിൽ ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി എന്താണ്, ആ ChatGPT നിങ്ങൾക്ക് ആ സ്പോട്ടിൽ എഴുതരും. സോ അപ്പോൾ ChatGPT എന്താണെന്ന് അറിയാൻ മേലാത്തവർക്ക് വേണ്ടി ബേസിക് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. തുടർന്ന് ഇതുപോലെ ChatGPTയെ കുറിച്ചും ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി മേഖലകളെ കുറിച്ചും വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സ്റ്റേ ട്യൂൺഡ്.